പിള്ളേരൊക്കെ പോയാ പിന്നെ അവിടെ എന്റെ വിവരമൊന്നും ഇല്ലല്ലോ. നാസർക്ക് ഇല്ല, ഞാൻ ചോദിക്കാൻ പോവാ. നാസർക്ക് വിളിച്ചായിരുന്നോ? നാസർ ഒരു വട്ടം വിളിച്ചിന്. അല്ല, ഇന്നലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. നാസർ വാട്സപ്പിൽ വിളിച്ചിന്. പിന്നെ എന്തോ അവന്റെ ജോലി തിരക്കായോണ്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിന്. പിന്നെ വിളിച്ചിട്ടില്ല. അല്ല, നിങ്ങളെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാനെന്നാ അടുത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടായിരുന്നേ. അത്രയുടെ വരെ വരുന്നുണ്ടേ. ആണോ? അപ്പൊ അങ്ങോട്ടൊക്കെ കേറാന്ന് വിചാരിച്ചു. നീ അവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ലല്ലോ. അല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലേ നിങ്ങള്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കാണാറില്ലല്ലോ. സമയം കിട്ടണ്ടേ? അന്നൊന്ന് കൊതിപ്പിച്ചിട്ട് പോയിട്ട്. കൊതിയായിട്ട് വയ്യ. അതല്ലേ ഞാൻ അങ്ങോട്ട് കേറുന്നേ. അല്ല, ഉമ്മാമയുള്ളപ്പോ അല്ലേ വന്നേ? ഇപ്പം ഉമ്മാമ എന്നുള്ളോണ്ട് വലുതായിട്ടൊന്നും നടന്നില്ലല്ലോ. അല്ല, അന്ന് ഇക്ക പോകുന്ന ദിവസം അങ്ങനെ വന്നതാ. ഇന്നില്ലല്ലോ അവിടെ. ഇത്തന്റെ കൂടെയാ നിക്കാറ് ഉമ്മാമ. അപ്പൊ ഞാനിവിടെ തനിച്ചല്ലേ. അപ്പൊ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓർക്കും, എന്താ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇന്ന് പറ്റുവാണെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ നാളെ. അല്ല, നാസർക്ക് ഇന്നലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഓർത്ത് ഇങ്ങോട്ടൊന്ന് വരാറുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കൊറേ ആയി വരാത്ത. അന്ന് ഒക്കെ പോകുമ്പോ അന്ന് വന്നതാ, പിന്നെ വന്നിട്ടില്ലാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ നാളെ ഇങ്ങോട്ട് ഇറങ്ങാം. എന്റെ പൂതി അങ്ങ് മാറ്റിത്തരാം. എനിക്കാണെ ഓർക്കും തോറും കൂടുവാണ്. ഒക്കെ പോയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഉമ്മാമ പോയായിരുന്നു. അപ്പൊ ഞാനിവിടെ പിള്ളേരൊക്കെ പറഞ്ഞു വിട്ടായിട്ട് ബോറടിച്ചിരിക്കാണ്. മാത്രല്ല കൊറേ ആയില്ല നടന്നിട്ട്. കാര്യമായിട്ടങ്ങോട്ട് നടക്കുന്നില്ല. കൊറേ ദിവസങ്ങളായില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചേ എന്തായാലും അത്ര വരെ വരുന്നുണ്ട്, പിന്നെ ആടേക്കൊന്ന് കേറാന്ന് വിചാരിച്ചു. ചെറുക്കനെ പറയുന്നതാണോ? നിങ്ങൾ വരുവോ? വരും. ഉറപ്പായിട്ടും. എന്തായാലും നാളെയല്ല, ഇന്ന് നോക്കട്ടെ. വൈകിട്ട് അങ്ങനെ കുഴപ്പമില്ലല്ലോ. രാത്രി വരെ നടക്കുമോ? അത് കുഴപ്പമില്ലല്ലോ. കേറയല്ലേ. നമുക്ക് മുകളില് പോവാം. അന്ന് 2 ദിവസം ഞാൻ നന്നായിട്ട്. പിന്നെ ഓനെ ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചെങ്കിലേ ഉള്ളൂ കുഴപ്പം. അത് പിന്നെ കുഴപ്പമില്ല, ഞാൻ ഫോൺ എടുക്കാതിരുന്നാ പോരെ. മുകളിലുള്ള TV ഒന്ന് നോക്കാൻ പറ്റുമോ? അത് പ്ലഗ് ശരിക്കും വർക്ക് ആവുന്നില്ല കണക്ട് ചെയ്യുമ്പോ. പിള്ളേര് വെക്കുന്ന സമയത്ത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല, അതിനകത്ത് എന്റെ റൂമില് TV ഇരിപ്പില്ലേ? ആ വാളിലുണ്ടല്ലോ. അല്ല, മുകളിലത്തെ TV. മേളത്തെ എന്റെ റൂമില്. അതിനകത്ത് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു സാധനം കൊണ്ടുവരാം, നമുക്കത് ഇട്ട് നോക്കണം, അങ്ങനെ കാണാം. എന്നോട് അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഇന്ന് രാത്രി തന്നെ വരാമേ. ഞാനത് ഒപ്പിച്ചിട്ട് വരാം, നമുക്കതിട്ട് നിന്ന് കാണാം. ഒരു കാര്യം ചെയ്യുന്ന, രാത്രി പിള്ളേരെ പറഞ്ഞു വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വന്നു. ഓനെപ്പോഴാ വിളിക്കുന്നേ? നേരത്തെ വിളിക്കും, നേരത്തെ ഉറങ്ങുന്നോണ്ടേ. പിള്ളേരെ പറഞ്ഞു വിടണ്ടോണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ? 9 മണി 10 മണിയൊക്കെ ആവുമ്പോ വന്നു. അനക്ക് മറ്റേ ഇഷ്ടമാണ് അങ്ങനെ കണ്ടിട്ടൊക്കെ നോക്കുന്നേ? അത് ഇക്ക ഒരു തവണ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അല്ല, അത് കാണണമെന്നില്ലല്ലോ, അല്ലാതെ ആവുമല്ലോ. അല്ല, നമുക്കതിങ്ങനെ നോക്കിയിട്ടെ, അതൊരു വെറൈറ്റി ആണ്. നിങ്ങളെ കൊണ്ടുവന്നോ? നോക്കാം. നമുക്ക് ഒരുമിച്ച് നോക്കാം.
അപ്പൊ ഓൻ എപ്പോഴാ 10 മണിക്കാണ് വിളിക്കുന്നത്? അല്ല, നേരത്തെ വിളിക്കും. നിങ്ങള് 10 മണിയാകുമ്പോ വന്നു, പിള്ളേരൊക്കെ ഞാൻ ഉറക്കിട്ടെ. പിന്നെ കിച്ചണില് മറ്റേ സാധനം ഇരിപ്പില്ലയോ, മറ്റേ അതും കൂടെ എടുക്കണേ, ചുമ്മാ നോക്കാനും. എനിക്കൊന്ന് നോക്കാൻ വേണ്ടിട്ടാ, അത് വെച്ചിട്ടൊന്ന് നോക്കാം ആദ്യം. അതിനൊക്കെയാണെ നല്ല നിങ്ങളെ കയ്യിലില്ലേ? കയ്യിലുണ്ട്, പക്ഷെ കയ്യിലുള്ള എടുക്കുന്നതിനേക്കാളും അത് അന്ന് മാമയുള്ളോണ്ട് ഒന്നും കാര്യമായിട്ടൊന്നും നടന്നില്ലല്ലോ. കയ്യിലുള്ളത് അനക്ക് ഇഷ്ടപ്പെട്ടില്ല, അനക്ക് പെരുത്തിഷ്ടം തോന്നുന്നു. കയ്യിലെടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായത്. കയ്യിലിങ്ങനെ തൊടാനല്ലേ പറ്റുള്ളൂ. അത് ഞാനവിടെ അന്ന് ഞാൻ അടുത്ത് അങ്ങനെ വന്നിരുന്നേ, അപ്പൊ എനക്കൊന്നും തോന്നിയില്ലേ അത്? നന്നായിട്ട് അതിന് ഉമ്മാമി ഉള്ളത് കൊണ്ടാ പിന്നെ ഒന്നും. ആ പ്രായല്ലേ, തോന്നേണ്ട പ്രായമാണല്ലോ. അതെ, എനിക്കാണെങ്കിൽ കൊറേ ദിവസമായിട്ട് പിന്നെ ഭയങ്കര ആഗ്രഹം. ഇന്നത്തെ പിന്നെ അതൊക്കെ ഓർത്തപ്പോഴേ അങ്ങോട്ടേക്ക് വന്നോളെ. എനിക്ക് ഒരു തന്നായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ നോക്കാറുണ്ട്. അത് കൊണ്ടുവന്ന അത് ദുബായിന്ന് കൊണ്ടുവന്ന ആക്കാ. ഓ, അത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? അത് വെച്ചിട്ട് ഞാൻ നോക്കാറുണ്ട്. ഞാൻ അത് വെച്ചാണ് ഇപ്പൊ നോക്കുന്നത്. ഞാനിപ്പം പിന്നെ തനിയാണ് കിടക്കാറ്, അപ്പൊ പിള്ളേരെ വേറെ കഴിഞ്ഞ് പിന്നെ ഞാനത് വെച്ചിട്ടൊന്ന് നോക്കും. എങ്ങനെയുണ്ട് അത് നിങ്ങളൊന്നും ചെയ്ത് തരുന്നുണ്ട് അത്രയും വരത്തില്ലല്ലോ. അതെന്തായാലും ഇല്ല, അത് കൊള്ളാലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നോക്കട്ടെ, അതെങ്ങനെയുണ്ട്? കയ്യിലുള്ള വെച്ചിട്ട് ചെയ്യുന്നതിന്റെ അത്രയും ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. എന്തായാലും നേരം വെളുക്കുന്നിടം വരെ സമയമുണ്ടല്ലോ, നമുക്കെല്ലാം നോക്കിക്കളയും. പറയുമ്പോഴേ അങ്ങ് പിന്നെ എന്റെ അന്ന് തന്ന മറ്റേ ആ പെർഫ്യൂം ഇല്ലേ, ഞാൻ ഒരു ദിവസം അടിച്ചു നോക്കി, അതടിച്ചു കേട്ടാ. പിന്നെ മറ്റേ അത് ഇട്ടു, മറ്റേ ആ ഷെൽഫിലിരിക്കുന്നേ അത് ഇട്ടോ, പിങ്ക് കളറില് കേട്ടാ. പിന്നെ ഫുഡ് ഞാൻ കഴിച്ചിട്ട് വരണ അതോ പോണ്? കഴിച്ചോ ഇവിടുന്ന്. ഇപ്പം ഇനി എല്ലാം ഞാൻ ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ബെഡ്റൂമിലേക്ക് പോവാ. അപ്പം നിങ്ങള് ബാക്ക് സൈഡിലൂടെ വന്നാൽ മതി. അല്ല, അത് കുഴപ്പമില്ല, ഇപ്പൊ ഫ്രണ്ടിൽ കുഴപ്പമില്ലല്ലോ. അല്ല, ലേറ്റ് ആയതുകൊണ്ട്. അല്ല, അന്നേരം അവര് കിടക്കത്തില്ല. അല്ല, ഇവിടത്തേക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ ഉണ്ട്, അതിലൂടെ വന്നാൽ മതി. ശരിയാണല്ലോ, അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ വേറെ നിനക്കെന്തെങ്കിലും വേണോ? എന്തെങ്കിലും കൊണ്ടുവരണോ? നിങ്ങൾ വന്നാ മതി, വേറൊന്നും വേണ്ട. വെറുതെ പൂതിയായിട്ടിരിക്കുക തോന്നില്ല. അപ്പൊ ഈ ദിവസങ്ങളെല്ലാം അത് വെച്ചിട്ടാണോ കാര്യങ്ങൾ നടത്തിയേ? എല്ലാ ദിവസവും നോക്കും, എനിക്ക് വേണല്ലോ അതെന്തായാലും. ചില സമയത്ത് പിള്ളേർ പോയി കഴിഞ്ഞാ ഉച്ചക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പൊക്കെ നോക്കാറുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഉറങ്ങും. കണ്ടാണോ നോക്കുന്നത്? കണ്ടിട്ടാണോ? അല്ലാതെ അത് പിന്നെ വെക്കുമ്പോ തന്നെ അണിയല്ലോ. അത് പിന്നെ പറയണം. എന്നാ പിന്നെ രാത്രി തന്നെ ഇറങ്ങിക്കോളെ, അധികം വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങള് ഇങ്ങനെ കൊറേ നാളൊക്കെ ഒരിക്കൽ വന്നിട്ട് കൊറേ നാളൊക്കെ കൂടിയിട്ട് വരുമ്പോഴേ ശരിയാവത്തില്ല.